Boche Gold and Diamonds. Buy now, pay later. തുല്യനീതി ലഭിക്കാൻ ആവശ്യമായ സംസാരം മാത്രമേ കൗൺസിലിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിലിൽ നഗരസഭാ അധ്യക്ഷയെ ഒരു വിഭാഗം CPM കൗൺസിലർമാർ പിന്തുണച്ചില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചിരുന്നു. CPM കൗൺസിലർമാർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യനീതിയാണ്, അങ്ങനെയാണ് നമ്മുടെ ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പം അതനുസരിച്ചിട്ട് ജനത്തിന് നമ്മുടെ ഷൊർണൂർ നഗരസഭയിലായാലും എവിടെയായാലും ജനത്തിന് തുല്യനീതി ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ അജണ്ട വന്നപ്പോൾ അതിൽ ഒരു കൗൺസിലർ, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഒരു സംശയം പ്രകടിപ്പിച്ചു. ആ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള വിധത്തിലുള്ള ഒരു സംസാരമാണ് അവിടെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഇതിലിപ്പോ രണ്ട് ചേരി തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു സംസാരമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇടതുപക്ഷ കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 6-7 മാസമായിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളൂവെങ്കിലും ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 മാസത്തിനിടയ്ക്ക് ഗവൺമെന്റിന്റെ ഒരു ഫണ്ടും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇതിൽ അസൂയ പൂണ്ടിട്ടുള്ള ആളുകളാണ് ഇപ്പൊ കോൺഗ്രസ് ആയാലും BJP ആയാലും അവരൊത്തും കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. നഗരസഭ ഭരണസമിതി 2 തട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 തട്ടുമില്ല. ഞങ്ങൾ വളരെ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൽവർട്ട് അവിടെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ ആ സ്ഥലോടമസ്ഥൻ ഇത് അറിഞ്ഞിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നാണ് അപ്പൊ വീഴ്ച വന്നിട്ടുള്ളത്? ഇത് കഴിഞ്ഞ് ഇപ്പം സംഭവിച്ച ഒരു പരിപാടിയല്ല, കഴിഞ്ഞ കൗൺസിലും അല്ല, അതിന്റെ മുമ്പത്തെ കൗൺസിലാണ് ആ കൽവർട്ട് അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരുടെ പേരിലാണ് ആദ്യം നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത്? ഈ പൊളിച്ച ആളെയാണോ കുറ്റം പറയേണ്ടത്, അതോ അനുമതി ഇല്ലാണ്ട് അവിടെ കൊണ്ട് സ്ഥാപിച്ച ആളെയാണോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? അതില് വേണ്ട മാതിരി അവർക്ക് 2 കൂട്ടർക്കും ഒരേപോലത്തെ നീതിയാണ് കൊടുക്കേണ്ടാറുണ്ട്. അതിൽ വ്യത്യാസം വന്നതുകൊണ്ട് ജനത്തിന്റെ ഭാഗത്ത് നിന്നിട്ട് എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതേസമയം ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ച അജണ്ട വീണ്ടും വന്നത് CPM-നകത്തെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് VK ശ്രീകൃഷ്ണൻ ആരോപിച്ചു. ഇത് കോൺഗ്രസ് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ നഗരസഭയുടെ കൗൺസിലിൽ ചെയർപേഴ്സൺ കൊണ്ടുവന്ന അജണ്ട കഴിഞ്ഞ കൗൺസിലിൽ ഐക്യകണ്ഠേന പാസാക്കിയ അജണ്ടയാണ് ഇന്നലെ അജണ്ടയായി വന്നിട്ടുള്ളത്. ഇത് CPM-നകത്തുള്ള ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമാണ്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ ഒരു കാരണവശാലും കോൺഗ്രസ് അനുവദിക്കില്ല. കൗൺസിലിൻ്റെ അന്തസ്സും കൗൺസിലിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ശക്തമായ നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അത് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യണം. വൈസ് ചെയർമാനും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒരു വിഷയത്തിൽ പൊളിക്കാൻ അനുമതി നൽകുകയും ആ അനുമതി നൽകിയതിന് ഫൈൻ അടയ്ക്കണം എന്ന് ചെയർപേഴ്സൺ ആവശ്യപ്പെടുമ്പോൾ അത് പാർട്ടിക്കകത്തുള്ള അവരുടെ ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും കൗൺസിലിൻ്റെ അന്തസ്സ് കളഞ്ഞുകൊണ്ട് പാർട്ടി വേദിയാക്കി മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസ് ഒരു കാരണവശാലും സമ്മതിക്കില്ല. അതിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.